നമസ്കാരം. ടീച്ചർ ടിൻറ്റുമോനോട് ചോദിച്ചു, മഞ്ചരി വൃത്തത്തിൻ്റെ ലക്ഷണം പറയൂ. അപ്പോൾ ടിൻറ്റുമോൻ പറഞ്ഞു, മുഴുവനും അറിയില്ല ടീച്ചർ. അത് സാരമില്ല, അറിയാവുന്ന അത്രയും പറയൂ. അപ്പോൾ ടിൻറ്റുമോൻ പറഞ്ഞു, അത് മഞ്ചരിയായിടും. ഇതുപോലെയാണ് നമ്മുടെ പുളകംകൊള്ളി സുരേന്ദ്രനും പറയുന്നത്. അവരെന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. മൊത്തം അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ SIT പറഞ്ഞു, അറിയാവുന്നത് പറയൂ, ഞാനന്ന് മന്ത്രിയായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആകെ നടന്നത്. അതിനാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത് ഈ ഘടകൻ കൊള്ളി സുരേന്ദ്രൻ 3 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ഇരുന്ന് കൊടുത്തു എന്നൊക്കെ. ഇതേ കാര്യം ഗോവിന്ദനോടൊന്ന് ചോദിച്ചു നോക്കൂ. അത് ചോദ്യം ചെയ്തതൊന്നുമല്ല, ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്ന് മാത്രം. ശബരിമല കൊള്ളയിൽ 3 ദിവസം മുമ്പ് നടന്ന ചോദ്യം ചെയ്യലെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ ഞെളിഞ്ഞു നടന്നതും ശ്രീലേഖ IPS അഹങ്കാരി പട്ടം നൽകിയതും. എന്നെ കള്ളനെന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ച മുതലാണ് ഈ സുര. കൊള്ളക്കേസിൽ ആരോപണ വിധേയനായ ഇയാൾ എങ്ങനെയാണ് ഉപരാഷ്ട്രപതി ഇന്നലെ പങ്കെടുത്ത പരിപാടികളിലൊക്കെ വേദിയിൽ കയറി വിലസിയത്? ശ്രീലേഖയെ തെരഞ്ഞെടുത്ത ശാസ്തമംഗലത്തുകാർക്ക് തെറ്റുപറ്റിയെന്നാണ് കഴിഞ്ഞ ദിവസം സുര പറഞ്ഞത്. ഈ പുളിയില്ലാത്ത കടകമ്പോളം സുരേന്ദ്രനെ തെരഞ്ഞെടുത്ത് വിട്ട കഴക്കൂട്ടത്തുകാർ മഹായോഗ്യന്മാരാകുന്നു. ദേവസ്വം പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരുന്നു. കോൺഗ്രസിൽ നിന്നപ്പോൾ ജീവിക്കാൻ ഗതിയില്ലെന്ന് പറഞ്ഞ് CPMൽ ചേർന്ന പുള്ളിയാണ് ഈ പ്രശാന്തൻ. ഒരു ജീവിതമാർഗം ആയിക്കോട്ടെ എന്ന നിലയിലാണ് അയാളെ പിണറായി ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റാക്കിയത്. അതോടെ പ്രശാന്ത് കാശുണ്ടാക്കി കോടീശ്വരനായി. ഈ പ്രശാന്ത് അയ്യപ്പ സംഗമത്തിന് മുഷ്ടി ചുരുട്ടി വിളിച്ച മുദ്രാവാക്യ ശരണത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഒരമ്മ പെറ്റ മക്കളെല്ലാം തൊപ്പിക്കാര് എന്നൊരു കടങ്കഥയുണ്ട്. ഈ പിണറായി പോറ്റുന്നത് എല്ലാം കള്ളന്മാരെയാണല്ലോ ഈശ്വര. UDFൻ്റെ കാലത്ത് ശബരിമലയിൽ കയറിപ്പറ്റിയെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന അപ്രൻറ്റീസ് കള്ളന് ശിഷ്യപ്പെടാൻ പറ്റിയ കൊച്ചുണ്ണിമാരാരും അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല. ഈ കള്ളന്മാരൊക്കെ കമ്മ്യൂണിസത്തിൻ്റെ ബോർഡും വെച്ച് ഇപ്പോഴും ഞെളിഞ്ഞങ്ങ് നടക്കുകയാണ്. ഇവൻ്റെയൊക്കെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തായിരിക്കും പറയാനുള്ളത്? കട്ടാലും മോട്ടിച്ചാലും അഴിമതി നടത്തിയാലും വേണ്ടില്ല, അവരുടെ കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്ന ഭർത്താക്കന്മാരൊക്കെ അവർക്ക് പുണ്യപുരുഷന്മാരാകുന്നു. ഈ നാണം കെട്ട വർഗ്ഗങ്ങളൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ മനുഷ്യൻ്റെ കൺവെട്ടത്തു കൂടി അങ്ങ് നടക്കുകയാണ്. ഉച്ചയ്ക്ക് കുത്തി കവരുന്ന ദിക്കിൽ വെച്ചേക്കുമോ ധനധാന്യമെല്ലാം എന്നൊരു ചൊല്ലുണ്ട്. ലോകം നമിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്വർണ്ണക്കട്ടളയും വാതിലും പൊളിച്ചു തിന്നവന്മാർക്ക് എന്താണപ്പോൾ മോഷ്ടിക്കാൻ കഴിയാത്തത്? അഖിലലോക കള്ളന്മാരെയും പെണ്ണുപിടിയന്മാരെയും ഇരു കക്ഷങ്ങളിലായി മാറി മാറി സംരക്ഷിക്കുന്ന ഈ പിണറായി വിജയനെ ഇന്നും ദൈവത്തെപ്പോലെ ആരാധിക്കുന്ന അടിമകളെ എന്ത് വിളിക്കണം? അരിവാള് നമ്മുടെ തലകൊയ്യാനാണേ, ചുറ്റിക നമ്മളെ ചുറ്റിക്കാനാണേ, നക്ഷത്രം നമ്മുടെ നാശത്തിനാണ് എന്നൊരു മുദ്രാവാക്യം പണ്ടത്തെ കോൺഗ്രസ്സുകാർ വിളിച്ചിരുന്നു. ആ കാലത്ത് പോലും കമ്മ്യൂണിസ്റ്റുകാരന് ഒരു ജീവിത ശുദ്ധി ഉണ്ടായിരുന്നു. വല്ല ദിനേശ് ബീഡിയോ കാലിച്ചായോ മോഹിച്ചു മാത്രം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കഴുകൻ്റെ കണ്ണും ജിറാഫിൻ്റെ നാക്കും പിശാചിൻ്റെ പല്ലും പോത്തിൻ്റെ നഖവുമായി എന്നീ പിണറായി വിജയൻ ഈ പാർട്ടിയിലേക്ക് കടന്നു കയറിയോ അന്ന് തുടങ്ങി ദോഷലക്ഷണങ്ങൾ. സകല മനുഷ്യരും നല്ല ചൂടുവെള്ളം വെട്ടിത്തിളപ്പിച്ച് വെക്കേണ്ടതുണ്ട്. എന്തിനാണെന്നറിയാമോ? സർക്കാരും ഇടതു പാർട്ടികളും കൂട്ടത്തോടെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണത്രേ. സർക്കാരിൻ്റെ മഹത്വവും പിണറായി സ്തോത്രവും അവർ ഉരുവിടും. ഈ പാർട്ടിയെപ്പറ്റിയും സർക്കാരിൻ്റെ പ്രവർത്തനത്തെപ്പറ്റിയുള്ള ജനാഭിപ്രായം സ്വരൂപിക്കാനാണ് ഈ വരവ്. തദ്ദേശത്തിലെ തിരിച്ചടിയെപ്പറ്റിയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കും. ഈ സർക്കാരിനെപ്പറ്റിയും പാർട്ടിയെപ്പറ്റിയും നല്ലതല്ലാതെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? പ്രത്യേകിച്ച് പിണറായി വിജയനെപ്പറ്റി. നല്ല തങ്കക്കുടം പോലെ ഒരു മനുഷ്യൻ. കടകംപള്ളിയെ മകരവിളക്കിന് മുമ്പ് അറസ്റ്റ് ചെയ്താൽ പിന്നെ വീട് കയറാൻ പോകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാവടിയെടുത്തും കവിളിൽ ശൂലം കുത്തിയും ഭസ്മം പൂശിയും ഈ ഗോവിന്ദനും 10 വീടെങ്കിലും കയറണം, പാവം തീരട്ടെ. നവകേരള പഠനത്തിൻ്റെ ഭാഗമായി 85,000 വോളണ്ടിയർമാരെയാണ് പാർട്ടി രംഗത്തിറക്കുന്നത്. അംഗൻവാടിയിലോ സഹകരണ ബാങ്കിലോ പാൽ സൊസൈറ്റിയിലോ ഒക്കെ പാർട്ടി ജോലിക്ക് കയറ്റിയ പാവങ്ങളായിരിക്കും ഈ വോളണ്ടിയർമാർ. ഒരു കാരണവശാലും നമ്മൾ നേരത്തെ വെട്ടിത്തിളപ്പിച്ച് വെച്ച വെള്ളം അവരുടെ മോന്തയ്ക്ക് ഒഴിക്കരുത്. വിപ്ലവം എന്നാൽ വയറ്റിപ്പിഴപ്പ് എന്ന് മാത്രം കരുതി ജീവിക്കുന്ന പാവങ്ങളാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ പൊന്നയ്യ, കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനുമായ വാവരെ അങ്ങ് മനസ്സുമാറ്റി തോഴനാക്കി. പിടിച്ചുപറിക്കാരനായ പിണറായി വിജയന് വകതിരിവ് ഉപദേശിച്ചു കൊടുക്കാൻ ഒരു ദൈവത്തിനും കഴിയാതെ പോയല്ലോ. കമ്മ്യൂണിസ്റ്റുകാരെ ഉപദേശിച്ച് നന്നാക്കുന്നതിലും ഭേദം ആനക്കൂതിയിൽ കിന്നരം വായിക്കുന്നതാണെന്ന് ദൈവങ്ങൾക്ക് പോലും അറിയാം.